ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നിട്ട് അവ ഇവിടെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. കേറി നോക്കണോ ഞങ്ങള്? എടി അറാം പറഞ്ഞ ഇബിലീസേ, കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നീ. നിന്റെ ഞാനിന്ന് തൊട്ടുപോര് തന്നെ. എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടിയാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എടി കൊച്ചേ, പെണ്ണും പിടക്കോഴിയും കുട്ടികളുള്ള ഇവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് എന്തർത്ഥത്തിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രബോസേ, ഇവൾ അനൂപ് എന്നൊരു ചെറുപ്പക്കാരനായിട്ട് ഇഷ്ടത്തിലാവുകയും അവരിന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കുകയും ചെയ്തതാ. അവനാണ് ഇവളിവിടെ കൊണ്ടാക്കിയത്. അവൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇവളെ സംരക്ഷിച്ചതാ. അത് ഇവളുടെ പ്രായപൂർത്തിയായ ഈ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ. സത്യതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊരു മറ്റൊരു അർത്ഥം ഉണ്ടാക്കിയിട്ട് കേസ് വളച്ചോടിക്കല തന്റെ ഈ പോലീസ് ബുദ്ധി ഉണ്ടല്ലോ, അത് നാലാക്കി മടക്കി പോക്കറ്റിൽ വെച്ചാ മതി. അത് ഇങ്ങോട്ട് ഇറക്കണ്ട. അത് ഇവിടെ ചെലവില്ല. കാലം മാറി ചന്ദ്രബോസേ. അത്യാവശ്യം നിയമം പഠിച്ചിട്ട് തന്നെയാ ഇവിടെയുള്ള കുറച്ചുപേരൊക്കെ ജീവിക്കുന്നേ. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരിവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. നീ ആരാണ് ഇവിടെ നിയമം പഠിപ്പിക്കുന്നത്? വേണ്ട, നിന്നെ പിടിച്ചിട്ടുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ എന്റെ ഈ ഭദ്രമാടാ. കുറെ നാളായില്ലേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഓ, ചെയ്തും ചെയ്യിപ്പിച്ചും ബുദ്ധിക്ക് നല്ല തഴമ്പടാ. എടാ, ആരെ പെടുത്തണം, എപ്പം പെടുത്തണം, പെടുത്താൻ എന്തെല്ലാം വകുപ്പുകൾ ഒപ്പിക്കണതൊക്കെ എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ലടാ. സോശാരോ സർ, ഇനി ഇവ നിയമം പറയുന്നതേ അങ്ങ് ലോക്കപ്പിൽ കിടന്നോട്ട് മതി. ഇവനെ പിടിച്ചങ്ങ് അകത്തോട്ടിട്. ഇങ്ങോട്ട് പോണം. വേടി സാറേ, അല്ല ഇതിനെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നേ? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവളെ വിളിച്ചിറക്കി കല്യാണം കഴിച്ച അനൂപല്ലേ? കിടന്ന് പിടയ്ക്കാതറ. എടാ, വകുപ്പുകളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എടാ, പെണ്ണിനെ തട്ടിക്കൊണ്ട് പോക്ക്, രഹസ്യമായിട്ട് പാർപ്പിക്കല്, പിന്നെ ഒരു സ്വർണം തട്ടിയെടുത്ത കേസുണ്ടല്ലോ. എടാ പൊന്നുമോനെ, അങ്ങനെ കേസുകൾ ഇങ്ങനെ ചാകരയായിട്ട് സ്റ്റേഷനിൽ കാത്തു കിടപ്പുണ്ട്. ഓരോന്നോരേ നമുക്കിങ്ങനെ പുറത്തോട്ട് എടുക്കാം. എടാ, അഴിയെണ്ണിക്കുന്നതിന് ഞാൻ കുറച്ചു നാളെങ്കിൽ കുറച്ചു നാളത്തേക്ക്. ഇനി ഇവിടെ കെട്ടിയെന്ന് പറഞ്ഞ അനൂപേ, ആ നിങ്ങളുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയുടെ മകനല്ലേ? അതെ. ആ, എന്നിട്ട് അവ ഇവിടെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. കേറി നോക്കണോ ഞങ്ങള്? സോമശേഖര സർ, അവനാ പത്തായത്തിലോ കട്ടിന്റെ അടിയിലോ എവിടാന്ന് വെച്ചാ ഒന്ന് നോക്കണമല്ലോടോ. ഒന്ന് കേറി തപ്പ്. സർ. അവരകത്തേക്ക് എങ്ങാനും കയറി വരുമോ? എനിക്ക് കുഴപ്പമാണല്ലോ. എന്തെങ്കിലും ഉടനെ ചെയ്യണം. സാർ, എന്താ അത് സാറേ, അവരിവിടെ ഇല്ല. ഇവളെ ഇവിടെ ആക്കിയിട്ട് എവിടേക്കോ പോയതാ. എവിടെയാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ശരി, ഞാനങ്ങ് വിശ്വസിച്ചേക്കുവാ. ശാരദാമ്മ ഇത്ര ഇമോഷണലായിട്ട് പറയുമ്പോ നമ്മളത് കേൾക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ആവശ്യമുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ഇവനെ അകത്ത് കിടത്തി മറ്റവനെ സ്റ്റേഷനിൽ എത്തിക്കുന്ന പണി എനിക്ക് നന്നായിട്ട് അറിയാം ശാരദാമ്മേ. അതിനെ ശാരദാമ്മ സഹായിക്കുകയും ചെയ്യും. അവനിനി വന്നില്ലെങ്കിൽ തകർന്നതേ ഈ പുന്നാര മരുമകന്റെ ചങ്ക.
പഞ്ചസാര അതിന് കുടിപ്പിക്കും ഞാൻ ഇവനെ കൊണ്ട്. എന്നിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ഈശ്വര. വലിച്ച് കേട്ടടോ അവനെ. സാർ സാർ അത് പിടിച്ച് കേട്ടോ. നടക്കണ കേറും. അടങ്ങിക്കട അവിടെ. എടാ ചന്ദ്രബോസേ, ഇത് നിന്റെ ആയുസറക്കാനുള്ള കളിയാ. ഒടുക്കം വരാനുള്ള അവസാനത്തെ കളി. എടാ കൊച്ചനെ, 100 കൊല്ലം ജീവിച്ചിരിക്കാന്നേ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ നിനക്കൊരു വാക്ക് തരും. നീ അടുത്ത കാലത്തൊന്നും പുറംലോകം കാണുകയല്ല. നീ എന്നെ പുറം ലോകമല്ലേടാ കാണിക്കാതിരിക്കുന്നുള്ളൂ. ഞാൻ നിന്നെ കാണിക്കുന്ന പരലോകമായിരിക്കും. എടുത്ത് കേട്ടടോ അവനെ, അവന്റെ പരലോകം. ഇങ്ങോട്ട് വാടാ. അതെ, എനിക്ക് അവനെ മാത്രം മതി. ഇവിടെ തൽക്കാലം താൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. വാടി ഇവിടെ. ഞാൻ വരില്ല. ഏയ്, എടി അവിടെ നിൽക്കാനാ പറഞ്ഞേ. ശാരദാമേ, ശാരദാമേ, എന്നെ വിട്ടു കൊടുക്കല്ലേ ശാരദാമേ. ഡി എങ്ങോട്ടാടി നീ പോന്നെ? വാടി ഇവിടെ. ശാരദാമേ, വരാൻ. എടോ, ഇല്ല, എടോ, വരാനല്ലേ പറഞ്ഞേ? ശാരദാമേ, എന്നെ വിട്ടു കൊടുക്കില്ലെന്ന് പറ ശാരദാമേ. മിണ്ടി പോവരുത് നീ. വാടി ഇവിടെ. അതെ, ഇവളെ അനൂപ് നിയമപരമായിട്ട് രജിസ്റ്റർ വിവാഹം കഴിച്ചതാ. രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊന്ന് ഒപ്പിട്ടെന്നല്ലേ ഉള്ളൂ. ആ ഒപ്പ് മായ്ക്കാനുള്ളതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. വാടി ഇവിടെ. വാടി. വരാനല്ലേ പറഞ്ഞേ? വാ ഇങ്ങോട്ട്. ശാരദാമേ, നടക്കണു ഇങ്ങോട്ട്. എന്നെ വിട്ടു കൊടുക്കില്ല ശാരദാമേ. കേറടി. ശാരദാമേ, വണ്ടി കേറടി. കേറ്. കേറടി. അവിടെ ഇരി. ശാരദാമേ ഒരല്പം ക്രൂരമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതൊക്കെ ഒരു ഹരവാ. മനുഷ്യത്വം ഇല്ലാതെ പെരുമാറരുത്. ഏയ്, അങ്ങനെ പറയല്ലേ. അതെനിക്ക് വേണ്ടുവോളം ഉണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ ശാരദാമയ്ക്ക് ഇത് മനസ്സിലാവും. ഈ നാളെ രാവിലെ ഈ കളക്ടർ മേഡത്തോട് കോടതിയിൽ വന്ന് ജാമ്യം എടുക്കാൻ പറയണം. പിന്നെ ഒന്ന് മനസ്സറിഞ്ഞ് ഇവന് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ പറ. ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഞാൻ ഇവന് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന FIR-ൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാകണമേ എന്ന്. പിന്നൊരു കാര്യമുണ്ട്. എത്ര പ്രാർത്ഥിച്ചാലും എന്റെ പേന ചലിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സർവനാശം കാണാനായിരിക്കും.